പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവനയോട് സൂര്യ ഓരോ കാര്യങ്ങളായി ചോദിച്ചറിയുകയാണ്. നിന്നെ ആരാണ് തട്ടിക്കൊണ്ടു പോയത് എന്ന് വെച്ചാൽ നീ അത് പറയണം. എന്നിൽ നിന്ന് മറച്ചു വെക്കരുത്. നീ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഇക്കാര്യം പറയാത്തത്. അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ തട്ടിക്കൊണ്ടു പോയവരെ നിനക്കറിയില്ല എന്ന് പറഞ്ഞാലൊന്നും ഞാൻ അത് വിശ്വസിക്കില്ല. നീ ആരെയാണെങ്കിലും നീ എന്നോട് പറ എന്ന് പറയുമ്പോൾ ഭാവന അത് പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. ഭാവന പറയുകയാണ്, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് സൂര്യ, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. എന്നെ ആള് മാറിയിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് ഭാവന സൂര്യയിൽ നിന്നും അത് മറച്ചു വെക്കുകയാണ്. എന്നിട്ട് മാനസയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ഭാവന മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാവും. സുനിൽ ശർമ്മയെക്കുറിച്ച് മാനസയിൽ നിന്ന് തന്നെ എനിക്കറിയണം. അതിനുള്ള വഴിയാണ് ഇനി കണ്ടെത്തേണ്ടത് എന്നൊക്കെയാണ് ഭാവന മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവുക. അങ്ങനെ സൂര്യ ഭാവനയോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചിരിക്കുകയാണ്. എന്നതിൻ്റെ ശേഷം വീട്ടിലേക്ക് പോവാൻ തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എന്താ സൂര്യ പോവാൻ ഉദ്ദേശമില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയാലോ എനിക്ക് പോവാനൊന്നും തോന്നുന്നില്ല. അച്ഛനെ ഓർത്ത് മാത്രമാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത് തന്നെ. എനിക്ക് അജയനെയും പ്രസീതയും കാണുന്നത് തന്നെ ദേഷ്യമാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഭാവന പറയാണ്, സൂര്യ കുറച്ച് ക്ഷമിക്ക്. മാനസയുടെ പ്രസവം കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം നമുക്ക് എന്ന് പറഞ്ഞ് ഭാവന സൂര്യയെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ കുറിച്ച് പിന്നെ ഭാവനയും സൂര്യയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഭാവന പറയാണ്, എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ ഞാൻ സൂര്യയുടെ കയ്യിലേക്ക് പ്രസവിച്ചു തരും എന്ന് പറയുമ്പോൾ സൂര്യ പറയാണ്, നിന്റെ കുഞ്ഞോ എന്ന് പറയുമ്പോൾ സോറി സൂര്യ, നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. സൂര്യ പിന്നീട് പ്രസീതയും അജയനും കൂടി ജയനിർമ്മലയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ജയനിർമ്മല നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രസീത ചോദിക്കുകയാണ്, എന്തിനാണ് എന്നോട് ജയെ വെറുതെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ നിങ്ങളെ ഇവിടേക്ക് താമസിക്കാൻ കൊണ്ടുവന്നത് തന്നെ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ്. എൻ്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ച് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് തന്നെ. എന്നിട്ട് നിങ്ങൾ കാണിച്ചത് ശരിയായ കാര്യമാണോ? ഞാൻ അറിയാതെ എൻ്റെ ഫോൺ എടുത്ത് അനിരുദ്ധനെ വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഞാനിപ്പോൾ ഒരു സംശയക്കാരിയായി മാറിയില്ലേ? ഞാനിപ്പോൾ അവരുടെയൊക്കെ കണ്ണിൽ ഒരു പ്രതിയാണ്. അനിരുദ്ധനെ വിളിച്ച് പറഞ്ഞതൊക്കെ ഞാനാണെന്നാവും അവരെല്ലാവരും കരുതിയിട്ടുണ്ടാവുക. ദേവേട്ടൻ പോലും അങ്ങനെ തന്നെയാവും വിശ്വസിച്ചിട്ടുണ്ടാവും. എന്തിന് മാനസ പോലും അങ്ങനെ കരുതിയിട്ടുണ്ടാവും. നിങ്ങൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല എന്ന് ജയ പറയട്ടോ. ജയൻ പറയണ, അതിന് എല്ലാവരോടും ഞാൻ പറഞ്ഞല്ലോ നിന്റെ ഫോണ് ഞാൻ ആരും അറിയാതെ എടുത്തിട്ടാണ് വിളിച്ചത് അനിരുദ്ധനെ എന്ന്. അപ്പോൾ പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല. പിന്നെ നീ എന്നെ അടിച്ചു എന്ന് കരുതിയിട്ട് എനിക്കൊരു ദേഷ്യവുമില്ല ജയെ എന്ന് അജയൻ പറയുമ്പോൾ അതല്ലല്ലോ ഇവിടത്തെ വിഷയം. ഞാൻ കൂടി ചേർന്നിട്ടാണ് ഭാവനയെ തട്ടിക്കൊണ്ടു പോവാൻ നമ്മൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നാണ് എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ എന്ന് ജയ പറയുമ്പോൾ പ്രസീത പറയാണ്, അതിന് ഞങ്ങൾ മനസ്സറിയാത്ത കാര്യമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഭാവനയെ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോവാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജയ പറയാണ്, അങ്ങനെയാണെങ്കിൽ അനിരുദ്ധൻ ആളെ വിട്ടിട്ട് തന്നെയാവും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക. ഭാവന ഇപ്പോൾ ആരോടും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. അത് ഒരു പക്ഷേ നമ്മളെ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണാവോ അതോ ഭാവന എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് പോലും പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ അനിരുദ്ധൻ ഗുണ്ടകളെ പറഞ്ഞയച്ചവരിൽ ആരെയും ഭാവനയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഭാവന ഇപ്പോൾ എനിക്കറിയില്ല ആള് മാറി തട്ടിക്കൊണ്ടു പോയതാണെന്നൊക്കെ പറഞ്ഞ് ആരുടെയും പേര് പറയാത്തത്. പക്ഷേ ഭാവന പറഞ്ഞതൊന്നും ആരും ഇവിടെ വിശ്വസിച്ചിട്ടില്ല. ദേവേട്ടനും സൂര്യയും ഒന്നും വിശ്വസിച്ചിട്ടില്ല. അനിരുദ്ധനെ കസ്റ്റഡിയിൽ വെച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല എന്ന് പറഞ്ഞ് ജയനിർമ്മല അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് സൂര്യ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ദേവൻ സന്തോഷത്തോടു കൂടി സൂര്യയുടെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് ഭാവന എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഭാവനയോട് ഞാൻ മാറി മാറി ചോദിച്ചിട്ടും അവൾ ആരാണെന്നുള്ളത് പറയുന്നില്ല. അവൾ ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവൾ മനസ്സിൽ എന്തൊക്കെയോ ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഭാവനയ്ക്ക് അധികമൊന്നും എന്നിൽ നിന്നും ഗായത്രി ആന്റിയിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അവൾ ഉറപ്പായും ഈ സത്യം എന്നോടോ അല്ലെങ്കിൽ ആന്റിയോടോ പറയാതിരിക്കില്ല എന്ന് പറയട്ടോ. ദേവൻ അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഈ ഭാവനയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിറകിൽ ഈ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും സംശയിക്കണം. ഭാവനയ്ക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അവരെ സംശയിക്കണം. എന്തിന് നമ്മുടെ അമ്മയെ വരെ സംശയിക്കണം. എന്തായാലും അനിരുദ്ധൻ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അയാളുടെ വായിൽ നിന്നും എന്തെങ്കിലും ഒന്ന് പുറത്തു വരാതിരിക്കില്ല. അതോടുകൂടി ഇവിടെ പിന്നെ പലതും നടക്കുമെന്നൊക്കെ സൂര്യ പറയട്ടോ. അങ്ങനെ ജയനിർമ്മലയെ കൂടി സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ട് ജയനിർമ്മല അങ്ങ് പുറത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ട് പറയുകയാണ്, ആടാ നീ എന്നെയൊക്കെ സംശയിച്ച് ഞാൻ മനസ്സറിയാത്ത കാര്യമാണ് നീ ഈ പറയുന്നത്. അമ്മയെ സംശയിക്കാനുള്ള കാരണം അമ്മ തന്നെയല്ലേ എന്ന് സൂര്യ
സൂര്യ പറയട്ടോ, ആ അജയനെയും പ്രസീതയും ഇവിടേക്ക് വിളിച്ചു കയറ്റേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? ഭാവനയോട് ചെയ്തതൊക്കെ ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നോ? പക്ഷെ ഞാൻ മറന്നിട്ടില്ല എന്ന് പറയട്ടോ. എന്തായാലും അമ്മയ്ക്ക് അവരാണ് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോയി തരാം. അമ്മയ്ക്കിപ്പോൾ ശല്യം ഞാനല്ലേ? ഏതായാലും അമ്മ മാനസയ്ക്ക് ഈ വീടും സ്ഥലവും കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ അവർ ഇവിടെ തന്നെ സന്തോഷത്തോടു കൂടി ജീവിച്ചോട്ടെ, ഞാൻ അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് സൂര്യ കുറച്ച് ദേഷ്യപ്പെട്ട് ജയനിർമ്മലയോട് സംസാരിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടിയിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്നും പോവാമെന്ന് തീരുമാനിച്ചിട്ട് തന്നെ അപ്പോഴത്തേക്കും ദേവൻ അവിടേക്ക് വന്ന് തടയുകയാണ്. സൂര്യ, നീ കരുതുന്നത് പോലെ ഈ കാര്യത്തിൽ നിന്റെ അമ്മയ്ക്ക് അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാവനയെ തട്ടിക്കൊണ്ടു പോയതിന്റെ പിറകിൽ മറ്റാരൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ അമ്മയുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഭാവനയെ തട്ടിക്കൊണ്ടു പോയതിന്റെ പിറകിൽ നിന്റെ അമ്മയ്ക്ക് മനസ്സറിവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോവരുത്. നീയാണ് എനിക്ക് ഏകയുള്ള ആശ്രയം തന്നെ എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയണ, അങ്ങനെ തന്നെയാണ് അച്ഛ, എനിക്കും അച്ഛനാണ് ഈ വീട്ടിൽ എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം തന്നെ. ഇവിടേക്ക് വരുന്നത് തന്നെ അച്ഛനെ ഓർത്തിട്ട് മാത്രമാണ്. എന്തായാലും മോനെ, നീ വിഷമിക്കാതിരിക്കെ. ഭാവനയെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇനി എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും ശരി ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ഭാവനയുടെ പ്രസവം കഴിയുന്നത് വരെ ഭാവന അവിടെ തന്നെ നിൽക്കണം, അതാണ് ഏറ്റവും നല്ലത്. ഭാവനയ്ക്ക് ഇനി ഒരു അപകടവും വരാതിരിക്കാൻ നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ദേവൻ സൂര്യയെ ഉപദേശിക്കാൻ. എന്തായാലും മാനസയുടെ പ്രസവം ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് നമുക്കൊരു തീരുമാനമുണ്ടാക്കാം. മാനസ പ്രസവിച്ച ആ കുഞ്ഞിനെ നിങ്ങൾ സ്വന്തമാക്കിയ ശേഷം മാനസയ്ക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ മാനസയ്ക്കും അവളുടെ കുടുംബത്തിനും ഈ ഒരു വീട് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതല്ലേ, അത് അവർ തന്നെ അങ്ങ് എടുത്തോട്ടെ. എന്നിട്ട് അവർ സന്തോഷത്തോടു കൂടി തന്നെ ഇവിടെ ജീവിച്ചോട്ടെ. നമുക്ക് ഭാവനയും കൂട്ടി മറ്റൊരു വീട്ടിലേക്ക് പോവാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് ദേവൻ സൂര്യയെ ഉപദേശിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യയെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് ദേവൻ ആ വീട്ടിൽ നിന്നും സൂര്യയെ പോവാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് സൂര്യ പിന്നെ പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഈ സമയം ഭാവന അച്ഛൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് വിജയപത്മനും ജാനകിയും കൂടി വരുന്നത്. എന്നിട്ട് സന്തോഷത്തോടു കൂടി ജാനകി ഭാവനയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, മോളെ നിനക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല വല്യമ്മേ എന്ന് പറയാണ്. അങ്ങനെ ജാനകിയും വിജയപത്മനും ഭാവനയെ അത്രമാത്രം അധികം സ്നേഹിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിജയപത്മൻ പറയുകയാണ്, ഇപ്പോൾ പല്ലവി മോളേക്കാളും കൂടുതൽ ഇഷ്ടം ജാനകിക്ക് ഇപ്പോൾ നിന്നെയാണ് ഭാവന എന്ന് പറയാണ്. ഇന്നലെ നിന്നെ ഓർത്ത് ഒരു പോളെ കണ്ണടച്ചിട്ട് പോലുമില്ല, അത്രമാത്രം അധികം നിന്നെ കാണാത്തതിൽ ജാനകിക്ക് വിഷമമുണ്ടായിട്ടുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ ഭാവന പറയണ, വല്യമ്മയ്ക്ക് ഇനി ഒരു ടെൻഷനും വേണ്ട, എനിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാവന ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജാനകി പറയണേ, ഇനി നിനക്ക് എവിടെ പോവണമെങ്കിലും ആര് തന്നെ ഇല്ലെങ്കിലും ഈ വല്യമ്മയെ വിളിച്ചാൽ മതി, ഞാൻ നിന്റെ കൂടെ വരാം. നീ ഇനി ഒരിക്കലും തനിച്ച് എവിടേക്കും പോവരുത്. വല്യമ്മേ, ഞാൻ ഇനി എവിടേക്കും തനിച്ചു പോവില്ല. വിജയപത്മൻ ചോദിക്കാണ്, അല്ല നിന്നെ കൊണ്ടുപോയവരിൽ ആ ഗുണ്ടകളിൽ ആരെയും നിനക്ക് ഓർമ്മയില്ലേ? നിന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? അനിരുദ്ധൻ ഇപ്പോൾ കസ്റ്റഡിയിലൊക്കെ തന്നെയാണ്. പക്ഷെ അയാൾ ഇപ്പോഴും പറയുന്നത് അയാൾ ഇത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് അനിരുദ്ധനെയും അജയനെയും പ്രസീതയെയും ജയനിർമ്മലയെയും ഒക്കെ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോഴൊക്കെ ഭാവന പറയാണ്, എന്നെ തട്ടിക്കൊണ്ടുപോയവർ എന്നെ ആള് മാറി തട്ടിക്കൊണ്ടുപോയതാണ് വല്യച്ഛ, അതുകൊണ്ടാണ് അവരെന്നെ അപ്പം തന്നെ വിട്ടയക്കുകയും ചെയ്തത് എന്ന് പറയട്ടെ. അപ്പോഴൊക്കെ ഗായത്രി ഭാവനയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഭാവനയെ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഗായത്രിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഭാവനയെ എന്തോ ഞങ്ങളിൽ നിന്നും മറച്ചു വെക്കുക തന്നെയാണെന്നൊക്കെ ഗായത്രി ആ സമയം ഭാവനയെ തന്നെ നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്.